നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആയിരത്തി 1995 പുറത്തിറങ്ങിയ കൃപാവർഷം എന്ന ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിലെ ഒരു പാട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എത്ര പോയാലും അതിര് കാണാത്ത അനന്ത സ്നേഹം. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഫാദർ ആൻ്റണി ഉരുളിയാനിക്കലാണ്. ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പാടിയത് സാബു കാഞ്ഞിരപ്പള്ളിയാണ്. നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം. എത്ര പോയാലും അതിരു കാണാത്ത ആനന്ദ സ്നേഹം നീ, എത്ര ചെന്നാലും ആഴമെത്താത്ത ദയാസാഗരം നീ, എൻ്റെ ദൈവം സ്നേഹം നീ. നിശബ്ദതയിൽ ഒരു സംഗീത മത്സരം നടന്ന പാട്ടായത്. ഓർക്കസ്ട്ര, ലിറിക്സ്, ട്യൂൺ, ഇത് മൂന്നും തമ്മിൽ കണ്ണു നനയാതെ ഒത്തിരി പ്രാവശ്യം ഞാനിത് സങ്കടത്തോടെ കേട്ടിട്ടുള്ളൊരു പാട്ടുമാണ്. അപ്പോൾ ഇതിൻ്റെ ആ എത്ര പോയാലും എത്ര കേട്ടാലും മതി വരാത്ത ഈ ശീലുകൾ തന്ന അച്ഛന് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്ക് 1000 പ്രാവശ്യമെങ്കിലും ഞാനിത് കേട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഈ പാട്ടിറങ്ങിയ പോലെ. കാരണം ഈ പാട്ടിൻ്റെ ആ ഗൗരവം നമ്മൾ ഓരോ തവണ കേൾക്കും തോറും കൂടി ഇതിനെപ്പറ്റി ഒന്നും നമുക്ക് പറയാൻ തോന്നുന്നില്ല. ദൈവത്തിൻ്റെ അഗാധ സ്നേഹത്തെ നിശബ്ദതയിലൂടെ നമ്മളെ കേൾപ്പിച്ചു തരുന്ന ഒരു ട്യൂണും അതേപോലെ തന്നെ വരികളും ഓർക്കസ്ട്രേഷൻ. അച്ഛൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മൾ തന്നെ ഈ പാട്ട് ഒരിക്കലും എടുക്കാനായിട്ട് നോക്കിയിട്ട് വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. പലരുടെയും നിർബന്ധം കൊണ്ടാണ് നമ്മളിപ്പോൾ വേണ്ടി എടുക്കുന്നത്. കാരണം പറയാതെ തന്നെ നമ്മളെ അനുഭവിപ്പിക്കുന്ന ഒരു പാട്ടാണ്. പക്ഷേ ഈ പാട്ടിനെ സംബന്ധിച്ച് എനിക്ക് പറയാനായിട്ട് ഞാൻ ധ്യാനിച്ചപ്പോൾ ഈ പാട്ട് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഒരു ദൈവസ്നേഹ അനുഭവത്തിൽ നിന്നുണ്ടായത്. അനുഭവത്തിൽ നിന്നുണ്ടാകുമ്പോൾ വാക്കുകൾക്ക് അതീതമായിട്ട് ഉള്ള അനുഭവങ്ങൾ വരുമല്ലോ. ഉദാഹരണത്തിന് ദൈവസ്നേഹത്തെക്കുറിച്ച് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാം: അതിരുകളില്ലാത്ത, അളവുകളില്ലാത്ത, വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത എന്നൊക്കെ പറയാം. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള വിശദീകരണമുണ്ട്, അല്ലെങ്കിൽ അർത്ഥതലമുണ്ട്. പക്ഷേ എത്ര പോയാലും അതിര് കാണാത്ത ആനന്ദ സ്നേഹം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു ഒരു അതിനകത്ത് ഒരു ഇമേജറി ഉണ്ട്. ആ ഇമേജറി വരുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഒരു ടച്ച് അതിനകത്ത് വന്നുകൊണ്ടായിരിക്കാം. ഏറ്റവും കൂടുതൽ അനുഭവത്തിൻ്റെ ഒരു നനവോടെ എഴുതിയ പാട്ടുകളിലൊന്നാണിത്. ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നാൻ ഒരു കാരണം, എന്നെ ചിന്തിപ്പിച്ച ഒരു പ്രമേയം പൗലോസ്ലീഹ പറയുന്നുണ്ട്. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ സകല വിശുദ്ധരോടൊപ്പം അവിടുത്തെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ആശംസകളാണ്. അവിടെ ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എന്ന് പറയുമ്പോൾ എത്രയാന്ന് പറയാൻ പറ്റാത്ത നീളമാണ്, എത്രയാന്ന് പറയാൻ പറ്റാത്ത ആഴമാണ്. നമ്മൾ പറയല്ലേ കല്ലിട്ടാൽ താഴാത്ത കയമെന്ന് പറയല്ലേ, അല്ലെങ്കിൽ നിലയില്ലാത്ത, ഇപ്പം എത്ര ചെന്നാലും ആഴമെത്താത്ത അടിത്തട്ടിൽ നോക്കത്താത്ത ദൂരത്തെന്ന് പറയുന്ന പോലെ. അപ്പോൾ ആകാശ നീലിമയിലേക്ക് നോക്കുമ്പോൾ, അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ, അതൊക്കെ മനുഷ്യൻ്റെ ചിന്തയിലും ഭാവനയിലും ഒക്കെ ഒരു ചിത്രം ഉണ്ടാകാൻ വേണ്ടിയാണ് പറയുന്നത്. അതെല്ലാം ചേർത്ത് ഒരു പാട്ട് വരുമ്പോൾ ആ മൊത്തത്തിലുണ്ടാകുന്ന നമ്മളിലുണ്ടാക്കുന്ന ചലനം, അതാണ് പ്രധാനപ്പെട്ടത്. അച്ഛൻ വായിച്ച ഏതൊരു കവിത
ഈ പാട്ടിൻ്റെ രചനയിൽ അച്ഛനെ ചെറുതായിട്ടൊന്ന് സ്പർശിച്ചിട്ടുണ്ടെന്ന് ഒരിക്കൽ എന്നോട് പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ അത്? അത് ഓർക്കുന്നുണ്ട്. അതായത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പഠിക്കാനുണ്ടായിരുന്നൊരു കവിതയാണ് ഫ്രാൻസിസ് തോമസിൻ്റെ ദ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഒരു കവിതയാണ്. അതിനകത്ത് ഐ ഫ്ലഡ് ഹിം ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രീതിയിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനും ദൈവത്തിന് പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു പോകാനും ശ്രമിക്കുമ്പോഴും അവിടെയെല്ലാം ദൈവം ആ സാന്നിധ്യം നൽകിയിരുന്നു എന്നുള്ള എനിക്ക് വിട്ടുപോകാൻ പറ്റുന്നില്ല. വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ദൈവം എന്നെ പിന്തുടർന്നിരുന്നു എന്നുള്ളൊരു ചിന്തയാണ് ഫ്രാൻസിസ് തോമസിനോട് കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ചിന്ത എത്ര പോയാലും അതിര് കാണാത്താന്ന് പറയുമ്പോൾ അവിടെയും നിന്റെ സ്നേഹം എന്നെ പിന്തുടരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാത്ത വിധം എത്ര അകലേക്ക് പോകുന്നെന്ന് കരുതുമ്പോഴും അവിടെയും എന്നെ പിന്തുടരുന്ന ഒരു സ്നേഹ സാന്നിധ്യം ഉണ്ടല്ലോ. അപ്പോൾ ഏതൊരു പാപിക്കും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്, അതായത് പിന്തുടരുന്നൊരു സാന്നിധ്യം. പക്ഷേ ദൈവം ആ വ്യക്തിയിലേക്ക് വന്ന് വസിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. എങ്കിൽ പോലും ദൈവത്തിൻ്റെ പരിപാലനയുടെ ഒരു കരം, ദൈവത്തിൻ്റെ പലരിലൂടെയെങ്കിലുള്ള ഒരു സാന്ത്വനത്തിൻ്റെ ഒരു കരമൊക്കെ പിന്തുടരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ വിട്ട് ഓടിപ്പോയാൽ പോലും എത്ര അകന്നകന്ന് പോകുന്നെന്ന് തോന്നിയാലും അവിടെയും ദൈവം മനുഷ്യനെ വിടാതെ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അത് സങ്കീർത്തനം അത് തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ പറന്ന് നോക്കത്താത്ത മലയുടെ അങ്ങേറ്റത്തേക്ക് പോയാലും അവിടുത്തെ കര എന്നെ പിന്തുടരും. സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവിടെ പോയി ഒളിക്കാന്ന് വെച്ചാൽ അവിടെയും അവിടുത്തെ ആ നോട്ടം, അവിടുത്തെ സ്നേഹം, അവിടുത്തെ സാന്നിധ്യം എന്നെ പിന്തുടരും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് ദൈവത്തെ വിട്ടു പോകാൻ പറ്റാത്ത രീതിയിലുള്ള എത്ര അകന്നു പോയാലും ദൈവം പിന്തുടരുന്നു എന്നുള്ള ഒരു അനുഭവം. അത് പിന്നീടായിരിക്കും ചിലപ്പോൾ ഒരാൾ തിരിച്ചറിയുന്നത്. എനിക്ക് പാട്ട് കേട്ട അന്ന് മുതൽ ഇന്നും എനിക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വാക്കുകളിൽ പ്രയോഗിച്ചിരിക്കുന്ന മിതത്വം, ഈ അഗാധതയും ഈ അകലങ്ങളും എല്ലാം പറയുമ്പോഴും നമ്മൾ കുറച്ച് വാക്കുകളെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ട്യൂണും അതിന് മെർജ് ചെയ്തിട്ടുണ്ട് താനും. അപ്പോൾ അത്രയും ചെറിയ വാക്കുകളും അത്രയും നല്ല ട്യൂണും കൂടെ ചേർന്നപ്പോൾ അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ വല്ലാതെ ഈ പാട്ട് പിടിച്ചു നിർത്തണം ഇപ്പോഴും. എനിക്കും അത് തന്നെയാണ് അനുഭവം. ഞാൻ എഴുതി കൊടുത്തപ്പോൾ ഇത് ട്യൂൺ ചെയ്യുന്ന സമയത്തൊക്കെ സണ്ണി ഉണ്ടല്ലോ കൂടെ. അപ്പോൾ ഇത് ട്യൂൺ ചെയ്യുന്ന സമയത്തും പിന്നീട് അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പോൾ ഇത് പാടി ഈ ട്യൂണിൽ പാടി റെൻഡർ ചെയ്ത് പാടി റെക്കോർഡ് ചെയ്ത് കിട്ടുന്ന സമയത്ത് ഞാനിവിടെ ഇല്ലല്ലോ. അമേരിക്കയിലാണ്. അതെ. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേ ആദ്യമേ ഞാൻ ഈ പാട്ടിന് മുമ്പിൽ വന്നപ്പം അത് ഒന്നുകൂടെ കേട്ടു, വീണ്ടും ഒന്നുകൂടെ കേട്ടു. ഞാൻ പറയട്ടെ, ഇപ്പോഴും ഈ പാട്ട് എപ്പോൾ കേട്ടാലും ഉടനെ ഒന്നുകൂടെ അത് ഒന്ന് കേൾക്കുന്ന ഒരു പതിവ് അറിയാതെ സംഭവിക്കുന്നുണ്ട്. അത് ആ പാട്ടിൻ്റെ ആ ക്രിയേഷനിലുള്ള വലിയ വ്യത്യസ്തതയാച്ചു. അത് പറയാതിരിക്കാൻ അതിൻ്റെ ഓർക്കസ്ട്രയും അതിൻ്റെ ഈ ഈണവും അത്രമാത്രം ആ പാട്ടിനെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ അനുപല്ലവ്യങ്ങളൊന്ന് കേട്ട് നോക്കാം. എത്ര പെയ്താലും ചൊരിഞ്ഞു തീരാത്ത കൃപാവർഷം നീ, എത്ര പെയ്താലും ചൊരിഞ്ഞു തീരാത്ത കൃപാവർഷം നീ, എത്ര തന്നാലും ഉറവ വറ്റാത്ത നിത്യജീവൻ നീ, എൻ്റെ നാഥൻ നീ. ഇവിടെ അനുവലയിലേക്ക് വരുമ്പോൾ എത്ര പെയ്താലും ചൊരിഞ്ഞു തീരാത്ത കൃപാവർഷം നീ. കൃപാവർഷം എന്നാണ് ഇതിൻ്റെ ഈ ടൈറ്റിൽ, അതായത് ആൽബത്തിൻ്റെ പേര് വന്നത് ഈ വരിയിൽ നിന്നാണ് ആ പേര് ഉണ്ടായത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം കൃപയായി യേശുക്രിസ്തുവിലൂടെ കൃപയായി നമ്മളിലേക്ക് വരുന്നു. നമ്മൾ ആശീർവാദം നടത്തുമ്പോൾ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നാണല്ലോ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത വിശാലമായ അനന്തമായ സ്നേഹം കൃപയായിട്ടാണ് മനുഷ്യന് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗം പറഞ്ഞപ്പോൾ എത്ര പെയ്താലും ചെരിഞ്ഞു തീരാത്ത കൃപാവർഷം നീ, അതുപോലെ തന്നെ എത്ര തന്നാലും തീർന്നു പോകാത്ത നിത്യ ജീവൻ നീ, എൻ്റെ നാഥൻ നീ എന്ന് പറയാൻ കാരണം. അപ്പോൾ ആദ്യമേ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞു, രണ്ടാമതിപ്പോൾ എൻ്റെ നാഥൻ നീ എന്നാണ് പറയുന്നത്. അപ്പം നാഥൻ നീ എന്ന് പറയാൻ മനഃപൂർവ്വം തന്നെയാണ് അവിടെ നാഥൻ നീ എന്ന് പറയുന്നത്. ചുമ്മാ ഏതെങ്കിലും ഒരു വാക്ക് ഇടുക എന്നുള്ളതിനേക്കാൾ അപ്പോൾ കൃപാവർഷമായിട്ട് എന്നിലേക്ക് ചൊരിയുന്നത് നാഥനാണ്. ദൈവത്തിൻ്റെ അനന്തമായ അതിരുകളില്ലാത്ത എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്നേഹത്തെ അനുഭവമാക്കി തരുന്നത് ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ടാണ് എൻ്റെ നാഥൻ നീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിത്യജീവൻ എനിക്ക് അവിടെ നിന്നാണ്. അപ്പോൾ എനിക്ക് നിത്യജീവൻ ലഭിക്കുന്നതും ഈ കൃപയായിട്ടാണ്. അതും യേശുവിലൂടെയാണ് ലഭിക്കുന്നത്. ശരിയാണത്, പരിശുദ്ധാത്മാവിലൂടെയാണ് എന്നിൽ അനുഭവേദ്യമാകുന്നതെങ്കിലും അതാണ്. ഈ പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ്റെ ഒരു സൈഡ് ഒന്നുകൂടി ഞാനൊന്ന് കോംപ്ലിമെൻ്റ് ചെയ്യുക. ഏത് പാട്ട് ഇപ്പോൾ ഒരു സിനിമയിലാണെങ്കിലും അതിൻ്റെ ടോട്ടൽ ഓർക്കസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതിനൊരു മർമ്മമുണ്ട്. ആ മർമ്മം എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ അതിൽ നിന്ന് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് പോകണേ. ഇപ്പോഴത്തെ പാട്ടുകൾക്ക് നഷ്ടപ്പെടുന്നതും അതാണ്. അതിനൊരു മർമ്മം, ഒരു ഹൃദയം, ഒരാത്മാവ് എന്നൊക്കെ പറയില്ലേ, അത് ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. ഇതിനകത്ത് ശരിക്കും ഓർക്കസ്ട്ര എന്ന് പറയുന്നത് ഒരു ക്യാൻവാസാണ്. അതിലോട്ടാണ് അച്ഛൻ്റെ വരികൾ പറക്കി വയ്ക്കുക. അപ്പോൾ ഒരു ഫ്രെയിം ചെയ്തു, ഒന്നോടെ പടം നന്നാക്കാനായിട്ട് കുറച്ച് പൂവൊക്കെ ഇങ്ങനെ വെച്ചു. കുറച്ചുകൂടെ നന്നായെന്ന് വിചാരിച്ച് കുറച്ച് പൂക്കളോട് ഇട്ട് അവസാനം ഈ പടം കാണാൻ മേലാത്ത രീതി പൂവുകൾ ഇട്ടാൽ എന്താ വെച്ചാൽ കാര്യം? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാ. ഇതല്ല, അച്ഛൻ എഴുതിയത് എന്താണോ അത് മിഴിവോടെ ഞങ്ങൾക്ക് കേട്ട് ആസ്വദിക്കാൻ പറ്റിയ ഓർക്കസ്ട്ര പറ്റിയിരിക്കണം. പലപ്പോഴും ഓർക്കസ്ട്രയുടെ അതിപ്രസരം കൊണ്ട് അസ്ഥാനത്തും എല്ലാം ഇതുപോലുള്ള വാദ്യ സംഗീതങ്ങളെ കയറി വരുന്നതുകൊണ്ട് പാട്ടിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാൻ ഭാഷ മങ്ങിപ്പോകുന്ന, കവിത മങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം യേശുദാസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ജോണി ലൂക്കോസ് ഉണ്ടാകുന്ന എനിക്കാണ് ചോദിച്ചു, ഇപ്പോൾ എഴുതിയേക്കണ ഏതെങ്കിലും പാട്ട് നിങ്ങൾക്കൊന്ന് കേട്ട് എഴുതിയെടുക്കാവുന്നു? പാട്ട് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ആ പാട്ട് കേട്ടോണ്ടൊന്ന് എഴുതിയെടുക്കാവും? സാധിക്കില്ല വെച്ചു. നമ്മൾ ഈ പാട്ട് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് എഴുതിക്കൊള്ളാൻ പറഞ്ഞാലേ വളരെ ഈസിയാണ്. കാരണം ഓർക്കസ്ട്ര അതിന് ശല്യം ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം പുതിയ സംഗീത സംവിധായകരും എഴുത്തുകാരും ഒക്കെ ചേർന്നൊന്ന് ഒരു കൂട്ടായ തീരുമാനം എടുത്ത നല്ല ഗാനങ്ങൾ ഇനിയും ഉണ്ടായേനെ. അത് വാസ്തവത്തിൽ ഉരുളിയാനിക്കലച്ഛനെ നമ്മൾ അങ്ങേറ്റം ഈ കാര്യത്തിലേ കണ്ടുപിടിക്കേണ്ട. ഓർക്കസ്ട്ര എങ്ങനെയാണ് ഈണത്തോട് അദ്ദേഹം ചേർത്ത് നിർത്തുന്നത്. അതെ അതെ, ജേക്കബിനെ ഉപയോഗിച്ച് അദ്ദേഹം ഓർക്കസ്ട്ര ചെയ്തപ്പോൾ ജേക്കബിൻ്റെ മിഴിവ് കാണിക്കാനല്ല ജേക്കബ് ഓർക്കസ്ട്ര ചെയ്തു, അത് അച്ഛൻ ചെയ്ത പാട്ടിൻ്റെ ട്യൂണിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് ഓർക്കസ്ട്ര നന്നായിരുന്നത്. അപ്പോൾ അങ്ങനെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ ഈ എപ്പിസോഡ് ഒരു 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 മാർഗനിർദ്ദേശവും കൂടെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാം. നമുക്കിതിൻ്റെ ചരണം ഒന്ന് കേട്ട് നോക്കാം. കർത്താവു നീ എത്ര പോയാലും അതിരു കാണാത്ത ആനന്ദ സ്നേഹം നീ എത്ര ചെന്നാലും ആഴമെത്താത്ത ദയാസാഗരം ദൈവം
ഇതിൻ്റെ ചരണത്തിലോട്ട് വരുമ്പോൾ എത്ര വീണാലും അനുദപിച്ചാൽ മാപ്പ് ദൈവം തരും. അപ്പോൾ ഒരു സാധാരണ ആളെന്ന രീതിയിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അനുദപിച്ചില്ലെങ്കിൽ ദൈവം മാപ്പ് നൽകുകയില്ലേ? അനുതാപം എന്നത് ദൈവം നൽകുന്ന മാപ്പിനെ എന്നിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അനുദപിക്കുമ്പോൾ മാത്രമേ നമുക്കത് ഏറ്റുവാങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ദൈവം തരുന്നു എന്ന് പറയുമ്പോഴും സ്വീകരിക്കാത്തത് കൊണ്ട് കിട്ടുന്നില്ല. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഒരാൾ നിന്നോട് 7 പ്രാവശ്യം തെറ്റ് ചെയ്താലും 7 പ്രാവശ്യം വന്ന് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ നീ മാപ്പ് കൊടുക്കണം. തെറ്റ് ചെയ്തിട്ട് മിടുക്കനായിട്ട് നടക്കുന്ന ഒരാളുടെ പുറകെ ചെന്നിട്ട് നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് നിൻ്റെ ക്ഷമ ആവശ്യമില്ലെന്നേ പറയുള്ളൂ. കാരണം ആ വ്യക്തി തെറ്റ് ചെയ്തെന്നുള്ള അവബോധം ഇല്ല. അപ്പോൾ അതുകൊണ്ട് എത്ര തെറ്റ് ചെയ്താലും ദൈവം നിരുപാധികമായിട്ട് ക്ഷമിക്കുമെങ്കിലും ആ തെറ്റിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം എന്നിലേക്ക് എനിക്ക് പ്രാപ്യമായി തീരുന്നത് എന്നൊരു സത്യമാണ്. അപ്പം ദൈവം ഇന്ന ആൻറ്റിസിപ്പേറ്റഡ് ക്ഷമിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മിലോട്ട് അത് വന്നെങ്കിൽ നമ്മൾ അനുദപിക്കണം. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ക്ഷമ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാതെ പോയ ഒരാളുടെ സ്നേഹം വീണ്ടും കിട്ടി തുടങ്ങിയെന്നാണ് അതിൻ്റെ പ്രായോഗിക വശം, അല്ലേ? ഒരാൾ എന്നോട് പിണങ്ങി നടക്കുകയായിരുന്നു. ആ വ്യക്തി പിണങ്ങി നടന്നിടത്തോളം കാലം എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്നേഹം കിട്ടിയില്ല. അപ്പോൾ കിട്ടാതെ പോയ സ്നേഹം വീണ്ടും എനിക്ക് കിട്ടിത്തുടങ്ങി. ഞാൻ സ്വീകരിക്കാതെ പോയതുകൊണ്ടും എനിക്ക് കിട്ടാതായി. സ്വീകരിക്കാൻ തയ്യാറായപ്പം കിട്ടി. അപ്പോൾ സ്വീകരിക്കാൻ തയ്യാറാവുമ്പോഴേ എനിക്കത് കിട്ടുന്നുള്ളൂ. സ്വീകരിക്കാൻ തയ്യാറാവുന്നതാണ് അനുതാപം. അതെ, സ്വീകരിക്കാൻ ഒരുങ്ങുന്നതാണ് അനുതാപം, പാകപ്പെടുന്നതാണ് അനുതാപം. അപ്പോൾ എത്ര വീണാലും എനിക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ ബലഹീനതയിൽ ഞാൻ വീണു പോകുന്നു. എൻ്റെ കർത്താവെ, വീണു പോയി, എന്നെ വീഴാതെ അങ്ങ് കാത്തുകൊള്ളണം എന്ന് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമ നമ്മൾ ഏറ്റുവാങ്ങുകയാണ്. ദൈവത്തിൻ്റെ ഇടമുറിഞ്ഞു പോയ സ്നേഹം വീണ്ടും ഞാൻ സ്വീകരിക്കാൻ തുടങ്ങുകയാണ്. അതുതന്നെയാണ്, ഞാൻ മറന്നാലും എന്നെ മറക്കാതെ നീ കാത്തു പാലിക്കുന്നുണ്ട്. ശരിയല്ലേ അത്? ഒരു വ്യക്തി പറയാം, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ദൈവമില്ല എന്ന് പറഞ്ഞാലും ആ വ്യക്തിയുടെ അസ്തിത്വത്തെ ദൈവം പരിപാലിച്ചുകൊണ്ടിരിക്കല്ലേ. ഞാൻ ഒരിക്കൽ ചിന്തിച്ചു, ദൈവമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാനില്ല എന്ന് പറയുന്നതിന് തുല്യ. വലിയൊരു ചിന്ത എനിക്ക് കിട്ടിയതാണ്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാനുള്ളത് കൊണ്ട് കർത്താവ് നീയുണ്ട് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ അതിനെ തെറ്റിദ്ധരിക്കാം. പക്ഷെ നീ ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാനുണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്ക് വേറെ തെളിവൊന്നും വേണ്ട, ഞാനുണ്ട് എന്നുള്ളത് തന്നെ നീ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് അപ്പോൾ ഒരു വ്യക്തി ദൈവത്തെ മറന്നാലും ദൈവമില്ലെന്ന് പറഞ്ഞാലും ദൈവം ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്, ആ വ്യക്തിയുടെ അസ്തിത്വം വീണ്ടും തുടരുന്നുണ്ട്. അപ്പോൾ ഞാൻ മറന്നാലും എന്നെ മറക്കാത്തവനാണ് ദൈവം. അപ്പം അങ്ങനെ നമ്മുടെയും സ്നേഹബന്ധത്തിൽ ചില കാര്യങ്ങളുണ്ട്. ചിലർ നമ്മളെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല, സ്നേഹയോഗ്യനല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും നമുക്ക് ആ വ്യക്തിയെ സ്നേഹത്തിൽ കാത്തുകൊള്ളാമല്ലോ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ആ വ്യക്തിയെ അനുഗ്രഹിച്ചുകൊണ്ടും നമുക്ക് കൂടെ നിൽക്കാമല്ലോ. പക്ഷേ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് ഒരുപക്ഷെ കയറി ചെല്ലാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ആ വ്യക്തി എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നാലും എനിക്ക് എൻ്റെ സ്നേഹത്തിൽ ആ വ്യക്തിയെ കാത്തുകൊള്ളാമല്ലോ. ആ രീതിയിൽ ദൈവമേ അങ്ങനെ ഞാൻ മറന്നാലും മറക്കാതെ എന്നോടൊപ്പം ഉണ്ടല്ലോ എന്ന ആ ഒരു ചിന്ത. എനിക്ക് ആശയം വളരെ ക്ലിയർ അയച്ചു. ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു ചോദ്യം വെച്ചാൽ ഞാൻ ആദ്യം ആ ചോദ്യം ചോദിച്ചു. ഇപ്പോഴത്തെ ആധുനിക റെക്കോർഡിംഗ് ഉണ്ടല്ലോ, ഡിജിറ്റലായിട്ടുള്ള ആ റെക്കോർഡിങ്ങിലെ പാട്ടുകൾ ഇൻസ്ട്രുമെൻറ്റേഷനോടുകൂടി കേൾക്കുമ്പോൾ എന്തു പറഞ്ഞാൽ അതിനകത്തൊരു കൃത്രിമത്വത്തിൻ്റെ ഒരു ഘടകമുണ്ട് എന്നത് വ്യക്തമാകുന്നത് ഇടയ്ക്ക് ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ. തീർച്ചയായിട്ടും അതിനകത്ത് അച്ഛൻ പറഞ്ഞ 100% ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ പാട്ടിൻ്റെ ഓർക്കസ്ട്ര, അതിൻ്റെ വാദ്യ മേളങ്ങൾ, അത് കേൾക്കുമ്പോൾ വളരെ നാച്ചുറൽ ഇൻസ്ട്രുമെന്റ്സ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ കൂടുതലും. പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയാനുണ്ട്, അതിനകത്ത് ഒരു സാരംഗി വായിക്കുന്ന ഒരു പോർഷന് വേണ്ടിയിട്ട് സാരംഗി ഒന്നും നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് വയലിന് മ്യൂട്ട് വെച്ച് പ്രത്യേക ഒരു അനലോഗ് റെക്കോർഡിങ്ങോ
ഒക്കെ ചെയ്താണ് അതിനകത്തെ അനുപല്ലവിക്ക് വേണ്ടി ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ സുഖം വല്ലാതെ ഉണ്ട്. കാരണം അതുകൊണ്ട് ഈ പാട്ടിൻ്റെ വരികൾ വിസ്മരിച്ചുകൊണ്ട് പോലും ഞാൻ ഇതിൻ്റെ ഓർക്കസ്ട്ര കേട്ട് ഇരുന്നിട്ടുണ്ട്. നമുക്ക് ഈ പാട്ടൊന്ന് മുഴുവനായിട്ട് കേട്ട് നോക്കാം. എത്ര പോയാലും അതിരു കാണാത്ത ആനന്ദ സ്നേഹം നീ, എത്ര ചെന്നാലും ആഴമെത്താത്ത ദയാസാഗരം നീ, എൻ്റെ ദൈവം നീ. എത്ര പോയാലും അതിരു കാണാത്ത ആനന്ദ സ്നേഹം നീ. എത്ര പെയ്താലും ചൊരിഞ്ഞു തീരാത്ത കൃപാവർഷം നീ, എത്ര പെയ്താലും ചൊരിഞ്ഞു തീരാത്ത കൃപാവർഷം നീ, എത്ര തന്നാലും ഉറവ വറ്റാത്ത നിത്യജീവൻ നീ, എൻ്റെ നാഥൻ നീ. എത്ര വീണാലും അനുതപിക്കുമ്പോൾ മാപ്പു നൽകും നീ, എത്ര വീണാലും അനുതപിക്കുമ്പോൾ മാപ്പു നൽകും നീ. ഞാൻ മറന്നാലും എന്നെ മറക്കാതെ കാത്തു പാലിക്കും നീ, എൻ്റെ കർത്താവു നീ. എത്ര പോയാലും അതിരു കാണാത്ത ആനന്ദ സ്നേഹം നീ, എത്ര ചെന്നാലും ആഴമെത്താത്ത ദയാസാഗരം
വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്ന ഒരു രീതിയിലാണ് പാട്ടിൻ്റെ ആ ഈണവും ഓർക്കസ്ട്രേഷനെയും ലിറിക്സിനെയും എല്ലാം വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത സുഖം നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് അച്ഛൻ്റെ ലിറിക്സിൻ്റെ ആണോ, ട്യൂണിൻ്റെ ആണോ, ഓർക്കസ്ട്രേഷൻ്റെ ആണോ എന്നൊക്കെ തിരിച്ചു പറയാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ. എങ്കിലും ഈ കൃപാവർഷം തന്ന വരികൾക്ക് ഞാൻ നന്ദി പറയും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. എത്ര പോയാലും അതിരു കാണാത്ത ആനന്ദ സ്നേഹം